ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഇത്ര നാളും നമ്മളുടെ വീഡിയോകളിലൊക്കെ കമൻറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരുടെ പേര് പറയാനും അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്കുള്ളൊരു സന്തോഷ വാർത്തയും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കതൊരു ചെട്ടിനാട് സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ പറയാം അല്ലേ. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം ആദ്യം തന്നെ. അപ്പോൾ അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടാം. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ ഇനി 1 ടേബിൾ സ്പൂൺ കടലമാവ്, അതായത് നമ്മുടെ കടലപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുള്ളതാണല്ലേ. ഇനി കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ വീതം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് 1 മുട്ട കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇൻഗ്രീഡിയൻസ് ഒക്കെ എപ്പോഴും നമ്മൾക്ക് പരിചിതമായിട്ടുള്ളതാണെങ്കിലും ഇതെല്ലാം കൂടിയും ചേർന്ന് നമ്മുടെ ഈ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടേസ്റ്റ് നല്ല ഡിഫറൻസ് ഉള്ളൊരു ടേസ്റ്റാണ്. അത് കഴിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമല്ലേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് 2 മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. എന്തായാലും 1 മണിക്കൂറെങ്കിലും ഇത് വെച്ചിരിക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതൊരു 2 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇനി നമുക്കിതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് അടുപ്പിച്ച് നമുക്ക് നമ്മുടെ വീഡിയോസിൽ കമൻറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുടെ പേര് ഞാൻ വായിക്കാം. ഹഫ്സ ഷെഫീഖ്, ഷബ്നം MK, അദ്നാൻ CK, അതുപോലെ SS വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയിൽ നിന്ന് വരാറുണ്ട്. പിന്നെ നേനു എന്ന് വരാറുണ്ട്. ഷിജിന, പിന്നെ ലവ് യു ആഷ് എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയിൽ നിന്ന് കമൻറ്റ് സ്ഥിരമായിട്ട് വരാറുണ്ട്. അപ്പോൾ ആളുടെ പേര് നദീറ എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ട്രെൻഡി കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലാണെന്ന് തോന്നുന്നു, അപ്പോൾ അതിൽ നിന്നും വരാറുണ്ട്. അപ്പം നമുക്ക് ഇവരൊക്കെ നമ്മൾക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. പിന്നെ നമ്മുടെ പാചകം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലത്തെ ജഹറും കഴിയണ പോലെ ചില വീഡിയോകളിലൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെയൊക്കെ ഓരോ കമൻറ്റ് വരുമ്പോഴും നമുക്ക് വീഡിയോക്ക് റീച്ചും കാര്യങ്ങളും അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഒരേ കമൻറ്റ് വായിക്കുമ്പോഴും നമുക്ക് അത്രയ്ക്ക് സന്തോഷമാണ് കിട്ടുന്നത്. അപ്പോൾ അവരോട് എല്ലാവരോടും വളരെ നന്ദി പറയുകയാണ്. അതിപ്പോൾ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് എനിക്ക് എന്താ പറയുക, നന്ദി പറഞ്ഞ് ഞാനത് ചെറുതാക്കണില്ല, അത്രയ്ക്ക് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈയിലേക്ക് തിരിച്ചു വരാം അല്ലേ. ചിക്കൻ ഫ്രൈ അപ്പോൾ ഞാൻ പൊരിച്ച് മാറ്റിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു പാകമാകുമ്പോൾ നമ്മൾ കോരി മാറ്റണം, ഒരുപാട് ഇട്ട് മൂപ്പിക്കരുത്. ഇനിയിപ്പോൾ രണ്ടാമത്തേത് അതുപോലെ തന്നെ പൊരിക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇപ്പുറത്തെ അടുപ്പിൽ ഒരു 2 പച്ചമുളകും 1 സവാളയും കൂടി, ഒരു സവാള അങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടി വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിൽ കടുക് പൊട്ടിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മണ്ടത്തരം കൊണ്ട് ഞാൻ കടുക് പൊട്ടിക്കാൻ മറന്നുപോയി. സാധാരണ ചെയ്യാറില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് മറന്നു പോവും. അപ്പോൾ ഈ സവാളയിലേക്ക് ഞാനത് കടുക് പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് സവാളയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഒരുപാട് അങ്ങോട്ട് മൂപ്പിക്കല്ല, അതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിക്കനെ മറന്നു പോകരുത്. ചിക്കൻ ഒരുപാട് മൊരിയിക്കാനും പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും, എന്നാലും ഇതും കൂടി അതുമിലേക്ക് വരുമ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഇനി നമ്മളിത് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ മേലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായി. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ കമൻറ്റിൻ്റെ കാര്യം മറക്കണ്ട. കാണുന്നവർക്ക് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. കൂടാതെ കമൻറ്റ് ചെയ്താൽ കുറച്ചും കൂടി സന്തോഷം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒരാഴ്ചയിലും വരുന്ന കമൻറ്റുകളിൽ നിന്ന് ഏറ്റവും നമുക്ക് സന്തോഷം തരിക അല്ലെങ്കിൽ ഏറ്റവും നല്ല കമൻറ്റ് എന്ന് തോന്നിയ കമൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുകയും
അത് നമ്മൾ പിന്നത്തെ വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറച്ച് നാളുകൂടി കഴിയുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാ ഗിവ് അവേ പോലെയൊക്കെ നടത്തി പ്രൈസൊക്കെ തരാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.